വ്യാപകമായി ഒരു പ്രചരിപ്പിച്ചത്, സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിപ്പിച്ചത് ബാക്കി പൈസ വെച്ചിട്ടാണ് ഗവൺമെന്റ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിയമസഭയിൽ ഉദാഹരണം പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരാൾക്ക് ശമ്പളം കിട്ടുന്നു 50,000 രൂപ. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് സാധാരണ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പലചരക്കടയിൽ കൊടുക്കണം, പാലുകാരന് കൊടുക്കണം, പത്രക്കാരന് കൊടുക്കണം, മീറ്റ് മേടിക്കണ്ടെങ്കിൽ നോൺ വെജ് ആണെങ്കിൽ അവിടെ കൊടുക്കണം, മീൻകാർക്ക് കൊടുക്കണം. ഒരുപാട് ഒബ്ലിഗേഷൻസ്. ഇത് കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ലല്ലോ സാധാരണ. പക്ഷെ നിങ്ങൾ വീട്ടിൽ ചെന്ന് മുറി അടച്ചിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയോട്, രണ്ടുപേരും ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പറയുവാണ്, 50,000 രൂപ പോക്കറ്റിലുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട് 50, ഒറ്റ പൈസ ഇല്ല, കണ്ടാന്നേ. പക്ഷെ വാതിൽ തുറക്കാൻ പറ്റില്ല. എന്താ വാതിൽ തുറന്ന പലചരക്കടക്കാരൻ നിൽക്കുവാണ്, പാലുകാരൻ നിൽക്കുവാണ്, പത്രക്കാരൻ നിൽക്കുവാണ്, മീൻ കൊണ്ടുവന്ന ചേച്ചി ഒരാളെ നിൽക്കുവാണ് വാതിക്കാൻ. ഇതാണ് ഈ ബാക്കി ഖജനാവിൽ വെച്ചിട്ടെന്ന് പറഞ്ഞതിന്റെ വളരെ സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. ഇതാണ് ബാക്കി വെച്ചേക്കുന്നത് പറഞ്ഞത്. അന്നാ ബാക്കി വെച്ചാൽ എന്തായാലും എത്ര സിമ്പിൾ ആയിട്ടാണല്ലേ LDF സർക്കാരിന്റെ അവസ്ഥ. അത് കൃത്യമായിട്ട് മുഖ്യമന്ത്രി VD സതീശൻ വിശദീകരിച്ചത്. ഖജനാവിൽ പണം ബാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ പോയത് എന്ന LDFന്റെ ആ പൊള്ളത്തരം പൊളിച്ചെടുക്കുകയായിരുന്നു VD സതീശൻ വാർത്താ സമ്മേളനത്തിലൂടെ. ഡോക്ടർ മേരി ജോർജ് മാഡം ഒപ്പമുണ്ട്. മാഡം, 5000 കോടിയിലധികം രൂപ ഖജനാവിൽ ബാക്കി വെച്ചാണ് അധികാരത്തിൽ നിന്ന് പടിയിറങ്ങിയത് എന്നായിരുന്നല്ലോ ഇടതുപക്ഷത്തിന്റെ വാദം. അപ്പോൾ 10 വർഷത്തെ ഇടത് ഭരണം കേരളത്തെ പാപ്പരാക്കി എന്നത് വ്യക്തമാക്കുന്നതാണോ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ധവളപത്രം? ശരിക്കും പറഞ്ഞാൽ ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയായിരുന്നില്ലേ? യഥാർത്ഥത്തിൽ പൂച്ച പെറ്റുകിടക്കുക തന്നെയായിരുന്നു. 5429 കോടി ഖജനാവിൽ ബാക്കി വെച്ചിട്ടാണ് ഗവൺമെന്റ് പോന്നത് എന്നാണ് ഇടതുപക്ഷ ഗവൺമെന്റും അതുപോലെ തന്നെ ശ്രീ ബാലഗോപാലും അന്നത്തെ ധനമന്ത്രിയും അവകാശപ്പെട്ടത്. അന്നത്തെ മുഖ്യമന്ത്രി തന്നെ അത് ഈ അസംബ്ലിയിൽ ആവർത്തിക്കുകയും ചെയ്തു. 5429 കോടി രൂപ ഞങ്ങൾ ഖജനാവിൽ ബാക്കി വെച്ചിട്ടാണ് പോകുന്നത്, പിന്നെ എന്തിനാണ് ഈ തരത്തിലുള്ള വൈറ്റ് പേപ്പർ പോലെയുള്ള ഉമ്മാക്കി കാണിക്കുന്ന എന്തിന് എന്നായിരുന്നു അദ്ദേഹം അസംബ്ലിയിൽ ചോദിച്ചത്. പക്ഷേ നമ്മൾ 5429 രൂപയെ എങ്ങനെയാ കാണേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കാം. 2025 നമ്മൾ പറഞ്ഞല്ലോ കടം, അതായത് ഈ വൈറ്റ് പേപ്പറിൽ തന്നെ പറയുന്ന 5,07,000 കോടിയുടെ കടം, അത് അവിടെ നിൽക്കട്ടെ. അത് കൂടാതെ എന്തൊക്കെയാണ് ഇനി വേറെ കൊടുക്കാനുള്ളത്? അതായത് ആ കടം കൂടാതെ തന്നെ എന്തൊക്കെ കടങ്ങളാണ് ഹിഡൻ ആയിട്ട് ഗവൺമെന്റിന്റെ തലയിലേക്ക് വന്നു വീണിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 2021-22 ശമ്പള പരിഷ്കരണം നടത്തുന്നു. ആ ശമ്പള പരിഷ്കരണം നടത്തിയതിന്റെ അതിന് ശേഷമുള്ള ഡിയർനെസ് അലവൻസ്, അതിന്റെ അരിയേഴ്സ് ഒക്കെയും കൂടി 21,670 കോടി രൂപയാണ് സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത്. അത് ഡ്യൂ ആയിട്ടുള്ള, അവർക്ക് അവകാശപ്പെട്ടതാണ്. കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്ന DA അതനുസരിച്ച് കൊടുക്കാനുള്ളത് കുടിശ്ശിക, അതാണ് 21,670 കോടി. അത് ധവളപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി തീർന്നില്ല, DR പെൻഷൻ പറ്റിയവർക്ക് DA കൊടുക്കുന്നതാണ് DR എന്ന് പറയുന്നത്. അതായത് അവരുടെ ഡിയർനെസ് റിലീഫാണ്. പെൻഷൻകാർക്ക് ഡിയർനെസ് അലവൻസ് അല്ല, ഡിയർനെസ് റിലീഫാണ് കൊടുക്കുന്നത്. DR കൊടുക്കുന്നതിന് 14,387 കോടി രൂപ. അവിടെയും തീരുന്നില്ല. അതുകൂടാതെ പിന്നെ കൊടുക്കേണ്ടി വരുന്നത് കോൺട്രാക്ടേഴ്സിന് കൊടുക്കേണ്ടത്, ബാങ്കുകൾക്ക് കൊടുക്കേണ്ടി വരുന്നത്, ഇങ്ങനെ ഒക്കെയും കൂടി 3,431 കോടിയുടെ കണക്ക് വേറെയുമുണ്ട്. എല്ലാം കൂടി ചേർക്കുമ്പോഴാണ് താങ്കൾ സൂചിപ്പിച്ച 48,733 കോടി രൂപ, അതായത് നേരത്തെ 2021 മുതൽ ഇങ്ങോട്ട് കൊടുക്കേണ്ടിയിരുന്ന ബാധ്യതയാണ്. അത് കൃത്യമായി കൊടുത്തു തീർക്കേണ്ട ബാധ്യതയാണ്. ആ ബാധ്യത എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന് പലിശയൊന്നും നഷ്ടപ്പെടുന്നില്ല. അങ്ങനെ സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ചതിച്ചതുകൊണ്ട്. പക്ഷേ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അതുകൊണ്ട് ഈ 48,733 കോടി രൂപ
അവരവരുടെ കരങ്ങളിൽ എത്തിപ്പെട്ടിരുന്നെങ്കിൽ അവർക്ക് അതുകൊണ്ട് എന്തുമാത്രം പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ വ്യാപരിക്കാമായിരുന്നു. അതൊക്കെ നിഷേധിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ ആ തെറ്റ്, ആ മഹാ അപരാധം അതൊരിക്കലും സർക്കാർ ജീവനക്കാരോ അല്ലെങ്കിൽ പെൻഷൻകാരോ മറക്കുന്നതല്ല. പിന്നെ അതുപോലെ തന്നെ ഇത്രയും കടം കൊടുത്തില്ല എന്ന് മാത്രമല്ല നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉമ്മാക്കി കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് എന്താണെന്നറിയാമോ? അതായത് 2022 മുതൽ ഇങ്ങോട്ട് എപ്പോഴും തന്നെ ട്രഷറിയുടെ അതായത് ട്രഷറി ബാൻ എന്ന് വെച്ചാൽ ചെക്കുകൾ ഒക്കെ ചെല്ലുമ്പോൾ അത് ക്യൂവിലാക്കുക, കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ളതിൻ്റെ ഒരു കുറച്ച് തെളിവും കൂടി നമ്മുടെ വൈറ്റ് പേപ്പറിൽ തന്നെ എടുത്ത്, മുഴുവൻ തെളിവും വൈറ്റ് പേപ്പറിലുണ്ട്, പക്ഷെ വൈറ്റ് പേപ്പറിൽ നിന്ന് എടുക്കുന്ന കുറച്ച് തെളിവ് 2024 വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ് ആയിട്ട് 125 ദിവസമാണ് അഡ്വാൻസസ് എടുത്തത്. വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ് 125 തവണ എടുത്തു. അതേ സമയത്ത് അത് 2025 ആയപ്പോഴേക്കും 262 ദിവസം 262 പ്രാവശ്യം വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ് എടുക്കേണ്ടി വന്നു. ഓവർ ഡ്രാഫ്റ്റ് 84 പ്രാവശ്യം എടുക്കേണ്ടി വന്നു. അപ്പോൾ ഈ പറയപ്പെട്ട റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനും വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസിനും ഒക്കെ റീപ്പോ റേറ്റിന് കൊടുക്കുന്നതിനേക്കാൾ 1% ഉയർന്ന പലിശ കൊടുക്കണമെന്നും കൂടി നമ്മൾ ഓർക്കണം. എന്താണ് ഈ റീപ്പോ റേറ്റ് എന്ന് പറയുന്നത്? ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് വായ്പ കൊടുക്കുന്നതിനെയാണ് റീപ്പോ, അപ്പോൾ മേടിക്കുന്ന റേറ്റ്, ബാങ്കുകളോട് ഈടാക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് റീപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ആ റീപ്പോ റേറ്റിനേക്കാൾ 1% ഉയർന്ന പലിശയ്ക്കാണ് ഈ സംസ്ഥാനങ്ങൾക്ക് ഈ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ്, ഓവർ ഡ്രാഫ്റ്റ് എന്നിവ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉയർന്ന പലിശയ്ക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഇത്രയേറെ തവണ കടം എടുക്കേണ്ടി വന്നു എന്ന് പറയുന്നത് തന്നെ സംസ്ഥാനത്തിന്റെ നിജസ്ഥിതി, ധനസ്ഥിതിയുടെ നിജസ്ഥിതി നമുക്ക് ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. അങ്ങനെ എപ്പോഴും കടം വാങ്ങിച്ചുകൊണ്ടിരുന്ന ആ സംസ്ഥാനമാണ് ഈ 48,733 കോടി രൂപ കൊടുക്കാനുള്ളത് കുടിശ്ശിക ഇട്ടിട്ട് പോവുകയാണ്. അപ്പോൾ അവർ കടമെടുത്ത് 5,429 കോടി ട്രഷറിയിൽ വച്ചു എന്ന് പറയുന്നത് ഒരു മര്യാദ. അത് മര്യാദയായിട്ട് തന്നെ നമ്മൾ അംഗീകരിക്കണം. ഏതായാലും ഖജനാവ് കാലിയാണ്. അപ്പോൾ പുതിയ ഗവൺമെന്റ് കയറി വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച ഒരു തപ്പൽ വേണ്ട എന്ന് കരുതി കടം കൊണ്ട പണമാണെങ്കിലും 5,429 കോടി രൂപ ഖജനാവിൽ വെച്ചത് നന്നായി. പക്ഷേ അത് കൊണ്ട് ഭദ്രമായിരുന്നു, ധനസ്ഥിതി ഭദ്രമായിരുന്നു എന്നതിൻ്റെ തെളിവല്ല. ധനസ്ഥിതി വളരെ ശോചനീയമായിരുന്നു. കടക്കെണിയിലേക്ക് സംസ്ഥാനം ഓടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഗവൺമെന്റ് മാറി പുതിയ ഗവൺമെന്റ് വരുന്നത് എന്നത് ഈ ധവളപത്രത്തിലൂടെ വളരെ കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച് UDF സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിൽ കിഫ്ബിക്കെതിരെ രൂക്ഷ പരാമർശങ്ങളാണുള്ളത്. കിഫ്ബി രൂപീകരിച്ച ഒരു സമാന്തര സാമ്പത്തിക അധികാര കേന്ദ്രം നിലവിൽ വരാൻ ഇടയാക്കിയെന്ന് ധവളപത്രത്തിൽ പറയുന്നുമുണ്ട്. കിഫ്ബി ഉപേക്ഷിക്കില്ല എങ്കിലും സമ്പൂർണമായ ഒരു പൊളിച്ചെഴുത്തുണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കിഫ്ബിക്ക് ഇനി എന്ത് സംഭവിക്കും? കിഫ്ബി തീർച്ചയായിട്ടും കിഫ്ബിയെ പറ്റി കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ആരും പറയും കിഫ്ബി അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്, കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഭൗതിക ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, സാമൂഹ്യ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. സാമൂഹ്യ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകൾക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറാണ്. ഭൗതിക ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ റോഡ് തൊട്ട് പാലം അങ്ങനെയുള്ള ആ ഭൗതിക ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. ഈ രണ്ട് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും നിർമ്മാണത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കമ്പനി ഫോം ചെയ്യുന്നത് എന്നാണ് അന്ന് അവകാശപ്പെട്ടിരുന്നത്. അത് തന്നെയാണ് ചെയ്തത്. പക്ഷേ കിട്ടിയ ഫണ്ട് തോന്നുന്ന പോലെ വഴി മാറ്റി ചെലവഴിക്കുന്നതിന് യാതൊരു ഔചിത്യ ബോധവും കാണിച്ചിട്ടില്ല ഈ കഴിഞ്ഞ ഗവൺമെന്റ്. അതുമാത്രമല്ല, കിഫ്ബിയുടെ വർക്കുകൾ മുഴുവൻ കൊടുത്തിരുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് മാത്രമായിരുന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നല്ല ക്രെഡിബിലിറ്റി ഉള്ള ഒരു ലേബർ സൊസൈറ്റി ആയിരുന്നു. പക്ഷെ അത് ഈ LDFന്റെ ഇഷ്ടാനുസാരം കളിക്കാൻ തുടങ്ങിയതോടുകൂടി അതിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമുക്ക് ഓർമ്മയുണ്ട്,
ഈ കിഫ്ബിയുടെ ഫണ്ട് കൊണ്ട് തന്നെ അടിസ്ഥാന വികസനത്തിന്റെ ഒരു ഭാഗമാണല്ലോ പാലം നിർമ്മാണം. കടലുണ്ടിയിൽ നിർമ്മിച്ചുകൊണ്ടിരുന്ന പാലം അതുപോലെ ഇടിഞ്ഞ് പുഴയിലേക്ക് വീഴുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ എത്രയെത്ര റോഡുകൾ കിഫ്ബി വഴിയായിട്ട് നിർമ്മിച്ചതിന് ശേഷം ഒട്ടും താമസിയാതെ തന്നെ ഇടിഞ്ഞു താഴുന്നതും അങ്ങനെ എന്തെല്ലാം കഥകൾ ഒക്കെ പോകട്ടെ. മിസ്റ്റർ രവീന്ദ്രനാഥ്, അതായത് മന്ത്രിയായിരുന്നു അദ്ദേഹം, തൃശ്ശൂരിൽ നിന്നുള്ള, അദ്ദേഹത്തിന്റെ തന്നെ മണ്ഡലത്തിൽ ഒരു സ്കൂൾ കെട്ടിടത്തിന്റെ പ്ലാസ്റ്ററിങ് കൈകൊണ്ട് മാന്തി താഴെ ഇടുന്ന രംഗം നമുക്കറിയാം. അത്ര മോശമായിട്ടാണ് ഈ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടത്തിയിരുന്നത്. എന്തുകൊണ്ടാണ്? ഫണ്ട് ഇല്ലാത്തതുകൊണ്ടല്ല. ഫണ്ട് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് എത്തേണ്ട പോക്കറ്റുകളിലൊക്കെ കൃത്യമായിട്ട് എത്തണം. എല്ലാം കഴിഞ്ഞ് അവരുടെ ലാഭവും എടുത്തു കഴിയുമ്പോൾ ഈ പറയപ്പെട്ട കോൺക്രീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് വേണ്ടത്ര പണം ചെല്ലില്ല. അങ്ങനെയാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മാത്രവുമല്ല, നമ്മളൊരു കാര്യം ഓർക്കണം, വളരെ ഉയർന്ന പലിശയ്ക്കാണ് കിഫ്ബി കടം എടുക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി കടം എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും 4% കുറഞ്ഞ പലിശയ്ക്ക് ആണ് കടം കിട്ടുക. അതേ സമയത്ത് അതായത് ബോണ്ടുകൾ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൗണ്ടർ വഴി ബോണ്ടുകൾ ഇഷ്യൂ ചെയ്ത് വിൽക്കുമ്പോഴൊക്കെ 4% കുറഞ്ഞ പലിശയ്ക്ക് കടം കിട്ടും. അതേ സമയത്ത് CDPQ ഇൻവെസ്റ്റ് ചെയ്തത് എപ്പോഴാണ്? 2017 ഈ പറയപ്പെട്ട മസാല ബോണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് അതിന്റെ ഇനീഷ്യൽ ഇഷ്യൂ നടത്തുന്നത്. അന്ന് അവിടെ വെച്ച് 2185 കോടിയുടെ CDPQ എന്ന കനേഡിയൻ പെൻഷൻ കമ്പനി ആണ് ഈ മസാല ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് 9.78% പലിശയ്ക്കായിരുന്നു എന്ന് ഓർക്കണം നമ്മൾ. അപ്പൊ അത്ര ഉയർന്ന പലിശയ്ക്ക് വായ്പ മേടിക്കേണ്ട ഗതികേടിലായിരുന്നു കിഫ്ബി. അങ്ങനെ വലിയ ഉയർന്ന പലിശയ്ക്ക് പണം മേടിച്ചിട്ട് എന്താ ചെയ്യുക? ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടുപോയിടും. ഈ പലിശ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. ബാങ്കിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ടാണ് അതിന്റെ പണിക്ക് ആ പണം എടുക്കുക. അപ്പോൾ ഈ പലിശയും ഇതിന്റെ മുതലും കൊടുത്തു തീരുന്നത് വരെ, അതാണ് അന്ന് CAG പറഞ്ഞിരുന്നു, ഇത് വരും തലമുറയ്ക്ക് പോലും ഭാരമാണ്. കിഫ്ബി വഴി ഇങ്ങനെ വായ്പ എടുക്കുന്നത് വരും തലമുറയുടെക്ക് ബേർഡനായി തീരും, ഒരിക്കലും പാടില്ല എന്ന് CAG അന്ന് തന്നെ കൺട്രോൾ ചെയ്തതാണ്. അങ്ങനെ ഈ എതിർത്ത് സംസാരിച്ചത് കാരണം CAG-യുടെ കംപ്ലീറ്റ് ഓഡിറ്റ് ഈ കിഫ്ബിയുടെ കാര്യങ്ങളിൽ ഉണ്ടാകാതിരിക്കാൻ അതിന്റെ ഇൻട്രൊഡക്ടറി പാർട്ട് മാത്രം ഓഡിറ്റ് ചെയ്യുക, എങ്ങനെ പണം ചെലവഴിച്ചു, ഇത്തരം കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യാതിരിക്കുക. അതിനുവേണ്ടി തന്നെ 2016 ഒരു അമെൻമെന്റ് ആക്ട് അസംബ്ലിയിൽ കൊണ്ടുവന്നു, LDF എന്നത് നമ്മൾ മറക്കരുത്. അങ്ങനെ കിഫ്ബി സത്യം പറഞ്ഞാല് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ വളർച്ചയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞു കൊണ്ടുവന്നെങ്കിലും സംസ്ഥാനത്തിന്റെ തകർച്ചയ്ക്കാണ് കിഫ്ബി ചരട് വലിച്ചത്. അത് മാത്രവുമാണോ? കിഫ്ബിയിൽ അപ്പോയിന്റ് ചെയ്തിരുന്നവരുടെയൊക്കെ ഉയർന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നമ്മൾ കേട്ടതാണ്. എന്തിനാണ് ഈ IAS-കാരെ വലിയ തസ്തികകളിൽ നിന്ന് അവർ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ അവരെ അവിടെ പുനർവിന്യസിക്കുന്നത്? അങ്ങനെ വലിയ ഉയർന്ന ശമ്പളവും ഒക്കെ കൊടുത്ത് പുനർവിന്യസിക്കുന്നതിന്റെ കാരണം എന്താണ്? അങ്ങനെ പുനർവിന്യസിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ വിന്യസിക്കേണ്ടി വരുന്നത്? കാരണം അവർ താളത്തിനൊത്ത് തുള്ളുന്നവരാണ്, എന്ത് പറഞ്ഞാലും അതിനനുസരിച്ച് മുൻപോട്ട് പോകുന്നവരാണ്. അപ്പം സർക്കാരിന്റെ താല്പര്യങ്ങൾ, അതായത് സർക്കാരിലെ ചിലരുടെയൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, ആർക്കൊക്കെയാണോ അവിടെ അഴിമതിയും അവിഹിതമായിട്ടുള്ള കൂട്ടുകെട്ടുകളും വേണ്ടത് ഇതിനൊക്കെ സഹായം ഒരുക്കി കൊടുക്കുക, ഇതിനൊക്കെ വേണ്ടിയാണ് ഇത്തരക്കാരെ തലപ്പത്തേക്ക് എത്തിക്കുന്നത്. അങ്ങനെ എത്തിച്ചതിന്റെ ഫലമായിട്ട് എത്രയോ കോടിയാണ് സംസ്ഥാന ഖജനാവിന് നഷ്ടമാകുന്നത്. അല്ലെങ്കിൽ ഈ സ്ഥാനത്ത് ഇനിയിപ്പോൾ കിഫ്ബി തുടങ്ങിയെന്നിരിക്കട്ടെ, അപ്പോഴും നിലവിലിരിക്കുന്ന IAS ഓഫീസ് എല്ലാ വകുപ്പിനും ഉണ്ടല്ലോ ഹെഡ് ഓഫ് ദ വകുപ്പായിട്ട് ഒരു IAS-കാരൻ. അങ്ങനെ വരുന്ന IAS-കാരെ മാത്രമേ ഇതിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്റ്റേജിൽ ഇരിക്കുന്നയാളെ, അങ്ങനെയുള്ളവരുടെ അവരുടെ പ്രൊമോഷൻ പോലും തടഞ്ഞുകൊണ്ടാണ് റിട്ടയർ ചെയ്തവരെ വർഷങ്ങളോളം ഉയർന്ന അലവൻസും സൗകര്യങ്ങളും എല്ലാം കൊടുത്ത് ഇവിടെ നിയമിക്കുന്നത്. അതും സംസ്ഥാന ഖജനാവിന് വലിയ ചോർച്ചയുണ്ടാക്കുന്നു. ഇതുപോലെയുള്ള എവിടെയൊക്കെ അപ്പൊ ഈ പൊതുജനം എന്താണ് ആവശ്യപ്പെടുന്നത് എന്നറിയാമോ? ഇതുപോലെ ആരെയൊക്കെ എവിടെയൊക്കെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് അവരെയൊക്കെ തുരത്തണമെന്നാണ്. അങ്ങനെ ഈ പുതിയ ഗവൺമെന്റ് ആണെങ്കിലും അങ്ങനെ പുതിയ തസ്തികകൾ സൃഷ്ടിച്ച്
റിട്ടയർ ചെയ്തവരെ അവിടേക്ക് കൊണ്ടുവന്ന് അവർ റിട്ടയർ ചെയ്യുമ്പോൾ വാങ്ങിയിരുന്നതിന്റെ ഇരട്ടി ശമ്പളം കൊടുത്ത് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൊടുത്ത് നിയമിക്കുന്ന ആ രീതി തന്നെ മാറ്റണം സംസ്ഥാനത്ത്. എങ്കിൽ മാത്രമേ സംസ്ഥാനത്തിന്റെ അതായത് നേരെ വളർച്ചയുടെ പാതകളിലൂടെ ചുവട് വെച്ച് മുന്നേറാൻ പറ്റൂ എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ നാട്ടിലെ വിദ്യാസമ്പന്നരായ വോട്ടേഴ്സ് നല്ല ഭൂരിഭാഗവും.